എപ്പിസോഡ് തുടക്കുന്നതിന് കാണിക്കുന്നത് നമ്മുടെ മാക്മയാണെങ്കിൽ പോലീസ് മാനോട് ഗണ്ണ് ചോദിക്കുന്നതാണ്. നടക്കുന്ന പ്രശ്നങ്ങളെല്ലാം നമ്മൾ അനലൈസ് ചെയ്യണം. സോ നമ്മുടെ ശത്രു എന്ന് പറയുന്നത് തന്നെ ഡോക്ടർ സെനോ ആണ്. അതുകൊണ്ട് ആ ഗണ്ണ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ആ സയന്റിസ്റ്റിനെ പിടിച്ചുകൊണ്ട് വരാൻ വേണ്ടി സാധിക്കും. അഥവാ നമ്മൾ ആ സയന്റിസ്റ്റിനെ പിടിച്ചുകൊണ്ട് വന്നാൽ നമ്മൾ എല്ലാവരുടെ മുമ്പിലും ഹീറോ ആയി മാറുന്നതായിരിക്കും എന്ന് നമ്മുടെ മാക്മ പറയുകയാണ്. സമയത്ത് തന്നെ പോലീസ് മാൻ ഒന്ന് നല്ല രീതിയിൽ തന്നെ ചിന്തിക്കുകയാണ്. നോക്കുന്ന സമയത്ത് അവന് മൂന്ന് ഹീറോ ആവാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് തന്നെ പോലീസ് മാൻ മാക്മയോട് സംബന്ധിച്ച് പാടാ നമുക്ക് ആ ഡോക്ടർ സെനോനെ ഇല്ലാതാക്കാന്ന് പറഞ്ഞിട്ട് ആ പോലീസ് മാൻ ഫുൾ പവർ പൊക്കോണ്ടിരിക്കുകയാണ്. നമ്മുടെ നിക്കാണെങ്കിൽ മണ്ടന്മാരെ എന്ന് പറഞ്ഞിട്ട് ഇവന്മാരുടെ തലയടിച്ചാൽ പൊട്ടിക്കുകയാണ്. മണ്ടന്മാരെ അവന്മാരുടെ മിഷൻ കണ്ടുണ്ട് നീയൊക്കെ എങ്ങനെയാണ് അത് പ്രതിരോധിക്കുന്നത് എന്ന് നമ്മുടെ നിക്കിയെ ചോദിക്കുകയാണ്. ഉണ്ടെങ്കിൽ നീയൊക്കെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോ, പക്ഷെ ജയിക്കാൻ വേണ്ടി ഒരുപാട് പാടാണ് എന്ന് നമ്മുടെ സേക്കു പറയുകയാണ്. ഇത് കേട്ടെ നമ്മുടെ സുക്കാർസ് പറയുകയാണ് ഞാൻ എന്താണ് സിറ്റുവേഷൻ ഒന്ന് നല്ല രീതിയിൽ തന്നെ എന്ന് നോക്കിയിട്ട് വരാമെന്ന്. ഈ സെയിം കാര്യം തന്നെയാണ് പറഞ്ഞത്, പക്ഷെ സുക്കാർസ് പറയുമ്പോൾ വേറെ എന്തോ ഡിഫറന്റ് ആയിട്ടുണ്ട് എന്ന് റിപ്പോർട്ടർ പറയുകയാണ്. നിൽക്കുന്ന ലൊക്കേഷൻസ് ഒക്കെ കറക്റ്റ് ആയിട്ട് അറിയാൻ വേണ്ടി തന്നെ ഇവരൊരു മാപ്പ് പോലെ ഒരു സംഭവം വരയ്ക്കുകയാണ്. സ്ട്രാറ്റജി മീറ്റിംഗ് ആണോ എന്ന് നമ്മുടെ സുക്കാർസ് ചോദിക്കുകയാണ്. നമ്മുടെ സുക്കാർസ് ചോദിക്കുകയാണ് നമ്മൾ എവിടെയാണുള്ളത്, അവരെവിടാണുള്ളത്. നമ്മുടെ സേക്കു ആണെങ്കിൽ കറക്റ്റ് ആയിട്ട് തന്നെ കാണിച്ചു കൊടുക്കുകയാണ് നമ്മൾ എവിടെയാണുള്ളത്, ഈ സ്ഥലത്താണുള്ളത്. പിന്നെ ക്രോം ഇരിക്കുന്ന റേഡിയസ് ഒക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ക്രോം ഈ സ്ഥലത്തായിരിക്കും എന്ന് നമ്മുടെ ഓക്കെ പറയുന്നു. നമുക്ക് അവരുടെ കറക്റ്റ് ആയിട്ടുള്ള ലൊക്കേഷൻ പോലും അറിയത്തില്ല, പക്ഷെ അവർക്ക് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ലൊക്കേഷൻ അറിയാം. നമ്മൾ എവിടെ നിന്ന് ഓടി രക്ഷപ്പെടും എന്ന് നമ്മുടെ ഗീനറോ ചോദിക്കുകയാണ്. ഇത് കേട്ട ഓക്കെ പറയുകയാണ് നമ്മൾ ലാൻഡ് ഉപയോഗിച്ചുകൊണ്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നതായിരിക്കും നല്ലത്. നീ സെനോന്റെ ടീമിലായിരുന്നെങ്കിൽ നീ എന്ത് ചെയ്തേനെ എന്ന് നമ്മുടെ സുക്കാർസ് ചോദിക്കുന്നു. പൈററ്റ് ഷിപ്പ് ഉണ്ടാക്കും, അത് വളരെയധികം ചെറുതുമായിരിക്കും, വളരെയധികം വേഗത്തിൽ പോകാൻ പറ്റുന്നതുമായിരിക്കും. യൂസ് ചെയ്തിട്ട് വാട്ടറിൽ കൂടെ രക്ഷപ്പെടാൻ പറ്റാത്തതുപോലെ ഞാൻ ചെയ്യും. എന്നിട്ട് മാത്രമല്ല പ്ലെയിൻ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ആകാശത്തിൽ നിന്നും ആക്രമിക്കും. ക്ലോസ് റേഞ്ച് അറ്റാക്കിൽ നല്ല രീതിയിൽ തന്നെ ഉണ്ടെങ്കിലും നമുക്ക് ഒരിക്കലും പറന്നുകൊണ്ട് ആക്രമിക്കാൻ വേണ്ടി സാധിക്കത്തില്ല. നമ്മുടെ ഹ്യൂഗ പറയുകയാണ് പേടിക്കണ്ട, നമ്മളൊരു പ്ലെയിൻ ഉണ്ടാക്കിയിട്ട് നമ്മളൊരു ഡോഗ് ഫൈറ്റ് തന്നെ നടത്തുന്നതായിരിക്കും. ഇതൊരു എയർഷിപ്പ് ബാറ്റിൽ ആണ് എന്ന് നമ്മുടെ സേക്കു പറയുകയാണ്. എയറോപ്ലെയിൻ ഓടിക്കാൻ വേണ്ടി ഇവർക്ക് റൺവേ വേണം. സോ അതുണ്ടാക്കാൻ വേണ്ടി എല്ലാവരും റെഡി ആകുകയാണ്. ചെറിയൊരു എയറോപ്ലെയിൻ ആയതുകൊണ്ട് തന്നെ അത് പോകാൻ വേണ്ടിയുള്ള റൺവേ ആണെങ്കിൽ വളരെയധികം ചെറുതാക്കി ഉണ്ടാക്കിയാൽ മതി. ഇവിടെ നമുക്ക് റൺവേ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുമോ എന്ന് നമ്മുടെ റിപ്പോർട്ടർ ചോദിക്കുകയാണ്. സോ ഇത് കേട്ട സേക്കു പറയുകയാണ് ഒരു 20 മീറ്റേഴ്സ് നീളമുള്ള ഒരു റൺവേ മതി. അത് കഴിഞ്ഞ് നമുക്ക് ഗിയേഴ്സ് ബാക്കിയുള്ള സാധനങ്ങളും ഉണ്ടാക്കിയാൽ മതി. പ്ലെയിന് എനിമീസ് തന്നെ നമുക്ക് തന്നിട്ടുണ്ട്, പിന്നെ അതിനെക്കുറിച്ച് ആലോചിച്ച് നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് വേണ്ടി സൈക്കോസിനെ പോലെ അവർ ചിരിക്കുകയാണ്. ജപ്പാനിൽ നിന്ന് തന്നെ നമ്മുടെ സേക്കു ബാമ്പു എടുത്തുകൊണ്ട് വന്നതുകൊണ്ട് തന്നെ എയറോപ്ലെയിന് നമ്മുടെ സേക്കുവിന് ടയർ ഉണ്ടാക്കി വെക്കാൻ വേണ്ടി സാധിക്കുന്നു. നമ്മളെന്ന് വെച്ചാൽ അമേരിക്കയിൽ ബാമ്പു ഉണ്ടാവത്തില്ല. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ സേക്കു ജപ്പാനിൽ നിന്ന് നേരത്തെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ സെനോന്റെ പ്ലെയിനിൽ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് ഗ്ലാസ് ഗിയേഴ്സ് ആണ്. സോ അതെന്ന് പറഞ്ഞാൽ റൺവേയിൽ അല്ലാതെ വേറൊരു സ്ഥലത്ത് ലാൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത് പോലെയാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത്. അറൈവൻ ടയറില്ലാത്തൊരു ഡിസഡ്വാൻറ്റേജ് അത് അഡ്വാൻറ്റേജ് ആയിട്ട് മാറ്റി. സോ ഡോക്ടർ സെനോ എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിശാലിയായിട്ടുള്ള ഒരാളാണ്. അവൻ ചെയ്യുന്ന ഓരോ ആക്ഷനും ഓരോ അർത്ഥങ്ങളുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ ഇരുന്ന് പ്ലാൻ ഇടുന്നത് പോലെ തന്നെ അവരാണെങ്കിൽ നമ്മളെ ഇവിടുന്ന് വിടാതിരിക്കാൻ വേണ്ടിയുള്ള ഓരോ പ്ലാനുകൾ ഇടുന്നുണ്ടായിരിക്കും എന്ന് നമ്മുടെ ര്യൂഷി പറയുകയാണ്. സമയത്ത് തന്നെ നമ്മുടെ ഡോക്ടർ സെനോനെയാണ് കാണിക്കുന്നത്. അവരൊരിക്കലും വെള്ളത്തിൽ കൂടെ രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കത്തില്ല, കാരണം അവർക്ക് അഡ്വാൻറ്റേജ് ഉള്ളത് ലാൻഡിലാണ്. നമ്മുടെ സെനോ പറയുകയാണ്. സോ ഇതേ സമയത്ത് തന്നെ ഒരു ലേഡി അങ്ങോട്ട് വരികയാണ്. ആ കുട്ടികളെ എന്താണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്ന് ആ ലേഡി ചോദിക്കുകയാണ്. കൂട്ടത്തിലുള്ള ഒരേ ഒരാളാണ് ബുദ്ധിശാലി, ആ സയന്റിസ്റ്റിനെ ഞാൻ അസാസിനേറ്റ് ചെയ്യാൻ വേണ്ടി പോകുകയാണ്. ഗന്നിന്റെ അഡ്വൈസ് വെച്ച് നോക്കുന്ന സമയത്ത് അവരുടെ സൈഡിൽ ഒരു സയന്റിസ്റ്റ് ഉണ്ട്. സോ അവരെ തീർത്താൽ ബാക്കിയുള്ളവരെ സിമ്പിൾ ആയിട്ട് മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി അസാസിനേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഡോക്ടർ തൈജുനെയാണ്. സമയത്ത് തന്നെ സോറി തൈജു എന്ന് നമ്മുടെ ഗെന്നു മനസ്സിൽ വിചാരിക്കുകയാണ്. ഐഡിയ ഒക്കെ കൊള്ളാം, പക്ഷെ നിങ്ങൾ എങ്ങനെയാണ് അവരെ കൊല്ലാൻ വേണ്ടി പോകുന്നത് എന്ന് നമ്മുടെ ഗെന്നു ചോദിക്കുകയാണ്. ഈ സമയത്ത് തന്നെ അങ്ങോട്ട് നമ്മുടെ സ്കാനിൽ വന്നിട്ട് അത് എന്നെ കൊണ്ട് സാധിക്കുമെന്ന് പറയുന്നു. നീ എങ്ങനെയാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്ന് നമ്മുടെ ഗെന്നു സ്കാനിലോട് പറയുന്നു. എങ്ങനെ അവൻ പറഞ്ഞല്ലോ അവനെ കൊണ്ട് സാധിക്കുന്നത്, പിന്നെ നീ എന്താണ് അതിനെ കുറിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മുടെ ഡോക്ടർ സെനോ പറയുകയാണ്. ക്രോമും കൊഹാക്കും ഗെന്നു വരെ ആ സ്ഥലത്താണ് ഉള്ളത്. സോ അതുകൊണ്ട് തന്നെ അവരെ അവിടെ വിട്ടിട്ട് നമുക്ക് ഷിപ്പ് എടുത്തുകൊണ്ട് പോകാൻ വേണ്ടി സാധിക്കത്തില്ല. അത് മാത്രമല്ല അവിടെ എനിമീസ് കൊണ്ട് അത് നമുക്ക് വലിയൊരു പ്രശ്നം തന്നെയാകും. സോ എനിമീസ് എല്ലാം കൂടെ ചേർന്നിട്ട് നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ആള് വിടുന്നതിന് മുമ്പ് തന്നെ നമുക്ക് അവരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ആള് വിടും. അതുകൊണ്ട് നമ്മുടെ സേക്കു പ്ലാൻ ഇടാൻ വേണ്ടി തുടങ്ങുകയാണ്. സുക്കാട്സ, ഹിയൂഗ, ഓക്കിയോ ആൻഡ് സ്വീക നിങ്ങൾ 4 പേരും കൂടെ ചേർന്നിട്ട് എനിമീസിനെ ആക്രമിക്കാൻ വേണ്ടി പോകണം. ഒരു സമയം തന്നെ ഡോക്ടർ സെനോന്റെ അടുത്തിരിക്കുന്ന ഗെന്നു മനസ്സിൽ ചിന്തിക്കുകയാണ്. അപ്പൊ തന്നെ നമ്മുടെ സേക്കു അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ടീമിനെ വിട്ടിട്ടുണ്ടായിരിക്കുമെന്ന്. സോ അങ്ങനെ 2 ടീമിൽ നിന്നും അസാസിനേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ടീം അങ്ങോട്ടും ഇങ്ങോട്ടും പൊക്കോണ്ടിരിക്കുകയാണ്. ഇവിടെ വെച്ച് ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഇവര് ജസ്റ്റ് ഫോണിൽ കൂടാണ് സംസാരിച്ചിട്ടുള്ളത്. തൈജുവിന്റെ മുഖം എങ്ങനെയാണെന്ന് പോലും ഇവർക്ക് കറക്റ്റ് ആയിട്ട് അറിയത്തില്ല. ലിമിസിനോടുള്ള സയന്റിസ്റ്റിനെ കൊല്ലണമെന്ന് പറഞ്ഞ് നമ്മുടെ സെനോയും അവരെ ആക്രമിക്കുന്നതിന് മുമ്പ് നമ്മൾ അവരെ ആക്രമിക്കണമെന്ന് പറയുകയാണ് നമ്മുടെ സേക്കു. അങ്ങനെ 2 ടീമിലുള്ള ആൾക്കാരും ഇപ്പൊ കളിക്കളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. സോ ഇനി എന്താണ് സംഭവിക്കുന്നത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. സപ്പോർട്ട് ചെയ്താൽ മാത്രമേ എനിക്ക് ഈ സീരീസ് മുന്നോട്ട് തുടരാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. അടുത്ത ദിവസം അടുത്തൊരു എപ്പിസോഡിൽ വരുന്നവരേക്കും ടാറ്റാ ബൈ.